ഞാൻ 4-5 വർഷമായിട്ട് മേടിച്ചുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ. അതൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഞാനിപ്പോ ഒരു 4 ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ചെടികളൊക്കെ ചട്ടി പൊട്ടിപ്പോയിട്ട് ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ പോട്ട് മാറ്റി നടാനുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ 4 ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഒത്തിരി ചെടികളെ ചട്ടി മേടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഒന്നിച്ച് നടാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ 4 മേടിച്ചു. അപ്പൊ അത് നട്ടിട്ട് ഞാൻ അടുത്തത് മേടിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാണ്. അതിന്റെ സ്റ്റാൻഡിൽ ഇരുന്ന ചെടികളൊക്കെ ആ സ്റ്റാൻഡിൽ വരുന്ന ചെടികളൊക്കെ ചട്ടി പൊട്ടി താഴെ വീണിട്ട് വെയിലും മഴയെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ അവിടെ ഞാൻ പുതിയത് വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും വെക്കാന്ന് ഞാൻ വിചാരിക്കണം. ഇങ്ങനെ ചട്ടി നട്ടിട്ട് ചെടി നട്ടിട്ട് വെച്ച് നോക്കണേണ് കേട്ടോ. 2 മുകളിൽ വെക്കാം, 2 താഴെ വെക്കാം. അപ്പൊ 8 ചട്ടി വെക്കാം കേട്ടോ. അപ്പൊ 4 ചട്ടിയിൽ ഞാൻ ചെടികളൊക്കെ വെച്ചിട്ട് വെക്കാണിപ്പോ. അപ്പൊ ഇന്ന് ഞായറാഴ്ചയായിട്ട് നല്ലൊരു ദിവസം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അത്യാവശ്യം മഴയും അത്യാവശ്യം വെയിലുമാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞുമ്പോഴേക്കും അടുത്ത മഴ വരും. അത് കഴിഞ്ഞ് നമ്മൾ മഴയത്തുനിന്ന് കയറും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ വെയിൽ കാണും. പിന്നെയും മഴയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് ചട്ടികളൊക്കെ ഈ ചട്ടികളിൽ റീപോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ചെടിച്ചട്ടിയിലെ ഡ്രൈനേജ് കൂടെ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പൊ ഞാൻ കത്തിര വെച്ച് ശരിക്കും തുറക്കാണ്. മഴക്കാലമാണ്. ചെടിയൊക്കെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈനേജ് കൂടൊക്കെ ശരിക്കും നന്നായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ വെള്ളം കെട്ടിയിട്ട് ചെടിയൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ഹോളൊക്കെ ശരിക്കും തുറന്നിട്ട് ഞാൻ കല്ലിട്ട് താഴേന്ന് പറിച്ച കുറച്ച് പുല്ലും ചപ്പും ചവറും ഇലകളൊക്കെ ഇട്ടിട്ട് ഞാൻ അത് ഫില്ലാക്കണേ. കാരണം മുകളിലാണ് ഞാൻ പോട്ടി മിക്സ് ഇട്ടിട്ടാണ് ചെടികൾ നടണേ. അപ്പോൾ ഈ ചെടികളൊക്കെ ഞാനിവിടെ തൈകൾ പിടിപ്പിച്ചതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് പിടിപ്പിച്ചതാണ്. ഞാൻ മദർ പ്ലാന്റ് ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വേറെ തൈകളായിട്ട് പിടിപ്പിച്ചേക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ മദർ പ്ലാന്റ് ഉണ്ടായാലും അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിടിപ്പിച്ച് വയ്ക്കണം. അപ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ? ഇത് കൊങ്ങിണിപ്പൂ മഞ്ഞ കളറാണ് കേട്ടോ. മഞ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ മഞ്ഞയല്ല, കുറേ മഞ്ഞകളുണ്ട്. ഇത് മിന്നി മഞ്ഞ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാ ഇതൊക്കെ ഇഷ്ടമായോ ചെടികൾ?